അസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ ശ്രോതാക്കൾക്കും വിനീതമായ പ്രണാമം. ഛാന്തോഗ്യോപനിഷത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 5-ാം അധ്യായത്തിലെ 6 ഖണ്ഡം വരെ തീർന്നു. ഇനി 7-ാം ഖണ്ഡം നമ്മൾ ആരംഭിക്കുകയാണ്. ഛാന്തോഗ്യോപനിഷത്ത് 5-ാമത്തെ അധ്യായം 7-ാമത്തെ ഖണ്ഡം, ശരിയല്ലേ? അതാണല്ലോ. അപ്പൊ നമുക്ക് 5 ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ മറുപടിയാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അടുത്തതിൽ ആ ചോദ്യങ്ങളുടെ ഉത്തരം പൂർണ്ണമാവുകയാണ് അടുത്ത ഖണ്ഡങ്ങളിൽ കൂടി. അപ്പം ഇതിന്റെ ഉത്തരം കിട്ടാൻ വേണ്ടി രാജാവിന്റെ അടുക്കൽ വന്ന് ഋഷികുമാരനും പിതാവും ഗൗതമനും കൂടി വന്ന് രാജാവിൽ നിന്നും അതിൻ്റെ വിദ്യ, ഈ 5 ചോദ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ജ്ഞാനം എന്ന വിദ്യ കരസ്ഥമാക്കാനുള്ള യത്നമാണ്. ഓരോന്നും വിസ്തരിച്ച് രാജാവ് ഇവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 7-ാമത്തെ അധ്യായം നമുക്ക് ആരംഭിക്കാം. പുരുഷോവാവ ഗൗതമ അഗ്നിസ്തസ്യ വാഗേവ ഫമിത്ത് പ്രാണോധൂമോ ജിഹ്വാർച്ചി ചക്ഷുരംഗാരാഹ ശ്രോത്രം വിസ്ഫുലിംഗാഹ. പുരുഷോ വാവ, പുരുഷൻ തന്നെയാണ്. ഗൗതമ അഗ്നി, ഗൗതമ പുരുഷോ വാവ അഗ്നി, ഗൗതമ സംബോധനയാണ്. ഹേ ഗൗതമ, പുരുഷോ വാവ അഗ്നി, വാവ തീർച്ചയായിട്ടും പുരുഷൻ തന്നെയാണ് അഗ്നി. ഇവിടെ പുരുഷനെ ഉദ്ദേശിക്കുന്നത് ഒരു ജീവാത്മഗതമായ പുരുഷനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ജീവന്റെ അവസ്ഥയാണ് ഇവിടെ പുരുഷൻ എന്ന് വിചാരിക്കുന്നത്. ജീവാത്മഗതമായ പുരുഷനാണ് ഇവിടെ പുരുഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ജീവാത്മസ്വരൂപനായ ഈ പുരുഷനെ തന്നെയാണ് അഗ്നി. ഈ പുരുഷൻ അഗ്നിസ്വരൂപനാണ്, അത് സ്പഷ്ടമാണ്. കാരണം ജീവാത്മാവിന്റെ സകല അംഗങ്ങളിലും അഗ്നിയുടെ സാന്നിധ്യമുണ്ട്. അഗ്നിയില്ലാത്ത സ്ഥലമില്ല. നമ്മുടെ ശരീരത്തിൽ സകലം എല്ലായിടത്തും അഗ്നിയുടെ സാന്നിധ്യമുണ്ട്. സപ്തധാതുക്കളിലും സകല അവയവങ്ങളിലും എല്ലായിടത്തും അഗ്നിയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് പുരുഷോ വാവ ഗൗതമ അഗ്നി. തസ്യ വാഗേവ ഫമിത്ത്, അതിന് ആ അഗ്നിക്ക് വാഗേവ ഫമിത്ത്, വാക്കാണ് ഫമിത്ത്. ഈ പുരുഷനിൽ നിന്നുമാണ് വാക്കുണ്ടാകുന്നത്. ഈ വാക്ക് ഫമിത്താണ്. കാരണം വാക്കുകൊണ്ടാണ് പുരുഷൻ ഏറ്റവും അധികം ശോഭിക്കുന്നത്. അതുകൊണ്ടാണ് വാക്കാണ് ഫമിത്ത്. ഈ പുരുഷനാകുന്ന അഗ്നിയിൽ എരിഞ്ഞു തീർക്കുന്ന, ഹോമിച്ചു തീർക്കുന്ന ഒരു വാക്കാണ് അഗ്നി. അഗ്നിസദൃശം ആയ ഈ ശരീരത്തിലേക്ക് ഓരോ വാക്കുകളെയും നമ്മൾ ഹവനം ചെയ്യുകയാണ്, ഹോമിക്കുകയാണ്. കൊണ്ട് ഈ വാക്ക് എന്നുള്ളത് ഫമിത്താണ്, ഹോമിക്കാനുള്ള ഉപകരണമാണ്, ചമതയാണ്, ചമതക്കമ്പാണ്. തസ്യ വാഗേവ ഫമിത്ത് പ്രാണോ ധൂമോ, പ്രാണൻ ധൂമമാണ്. ഈ ജീവാത്മാവായ ഈ മനുഷ്യന്റെ പ്രാണൻ എന്ന് വെച്ചാൽ പുറത്തേക്കുള്ള ശ്വസിക്കൽ, ഉച്ഛ്വസിക്കൽ, അതിനാണല്ലോ അറിയുന്നത്. ആ ഉച്ഛ്വാസവായു ഇവിടെ ധൂമമാണെന്ന് പറയുക. പുക പോലെയാണ്, അത് പുറത്തേക്ക് പോയി ഇങ്ങനെ വ്യാപരിച്ച് നിൽക്കുന്നത്. പുക എങ്ങനെയാണ്? എവിടെ നിന്നെങ്കിലും പുക പുറത്തേക്ക് വന്നാൽ അതുള്ളത് നിൽക്കില്ല, ഇങ്ങനെ എല്ലായിടത്തും ചുറ്റും വ്യാപരിച്ച് നിൽക്കും. അതുകൊണ്ട് പ്രാണോ ധൂമോ ജിഹ്വ അർച്ചി, ജിഹ്വ അർച്ചിഫാണ്. ജിഹ്വ എന്ന് വെച്ചാൽ നാവ്, നാവ് ജ്വാലയാണ്. അഗ്നിജ്വാല പോലെ ചുവന്നിരിക്കുന്നു. ആ ഒരു ചുവപ്പിന്റെ സാദൃശ്യം കൊണ്ട് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പൊ ജ്വാല എന്ന് പറയുന്നത് നാവാണ്. ജിഹ്വ അർച്ചിഹി ചക്ഷുരംഗാരാഹ, ചക്ഷുഫ് കണ്ണുകൾ, തീക്കനല്ല. നമ്മളല്ലാതെ തന്നെ കാവ്യഭാഷയിൽ പറയും തീക്കനല് പോലെ കണ്ണ് എന്ന് ദേവീദേവന്മാരെയൊക്കെ വർണ്ണിക്കുമ്പോൾ. ഒന്നും വേണ്ട, നമ്മൾ തന്നെ നന്നായിട്ട് ചൂടാകുമ്പോൾ കണ്ണുകൾ തീക്കനല് പോലെയാകും. അതുകൊണ്ട് ചക്ഷുരംഗാരാഹ,
ചക്ഷുഫ് അങ്കാരമാണ്. ശ്രോത്രം വിസ്ഫുലിംഗാഹ, ചെവി അതിന്റെ തീപ്പൊരികളാണ്. കാരണം ചെവിയിലേക്ക് വന്നു വീഴുന്ന ഓരോ ശബ്ദങ്ങളും പല ദിക്കിൽ നിന്നും തീപ്പൊരികൾ പോലെ വരികയാണ്. ഒരിടത്തുനിന്ന് പറയാൻ പറ്റത്തില്ല വരാൻ. ഏത് ദിക്കിൽ നിന്ന് ശബ്ദം വരാം. മുകളിൽ നിന്ന്, താഴെ നിന്ന്, ഇടത്തുനിന്ന്, വലത്തുനിന്ന്, 8 ദിക്കിൽ നിന്ന് ഒക്കെ എന്ത് ചെയ്യാം, ശബ്ദങ്ങളുണ്ടാകാം. അത് തീപ്പൊരി പോലെ ഇങ്ങനെ ഓരോ ദിക്കിൽ നിന്നും വന്ന് നമ്മുടെ ചെവിയിൽ കയറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ ശബ്ദത്തെ, ശ്രോത്രത്തെ വിസ്ഫുലിംഗങ്ങളായിട്ട് കണ്ടു, തീപ്പൊരികൾ പോലെയാണ് എന്ന് കണ്ടു. ഒരു മനുഷ്യഭാവനയെ എത്ര സുന്ദരമായ യജ്ഞഭാവനയാക്കി മാറ്റി. ഇതൊരു ജീവാത്മാവിന്റെ കഥയാണ്, ഒരു മനുഷ്യന്റെ കഥയാണ്. അതിനെ എത്ര നിമിഷം കൊണ്ട് ചില വാക്കുകളിൽ കൂടി, ചില അവയവങ്ങളിൽ കൂടി യജ്ഞത്തിന്റെ ഭാഗമാക്കി, അംഗമാക്കി മാറ്റി. കാരണം ഈ ജീവാത്മകതമായ ജീവത്വം അഗ്നിയാണെന്നും അതിലേക്ക് ഹവനം ചെയ്യുവാനുള്ള ഹവിഫ് അല്ലെങ്കിൽ ഫമിത്ത് വാക്കാണെന്നും അതിൽ നിന്നും പുറത്തേക്ക് എന്താണ് ബഹിർഗമിക്കുന്ന, അഗ്നിയിൽ ഹവനം ചെയ്താൽ പുകയുണ്ടാവും, ആ പുക പ്രാണനാണെന്നും ആ പുക നാവിൽ കൂടിയാണല്ലോ പുറത്തേക്ക് വരുന്നത്. ഈ എന്താണ് ഉച്ഛ്വാസവായു നാവിൽ കൂടി വരുമ്പോൾ നാവ് ജ്വാലയാണ്. അപ്പൊ ജ്വാലയിൽ കൂടി പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഒരു ജ്വാല എന്തായി, അർച്ചിഫായി. ധൂമത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ജ്വാലയാണ്. ജ്വാലയിൽ കൂടിയാണ് ധൂമം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് പ്രാണൻ എന്ന ധൂമവും ജിഹ്വ എന്ന അർച്ചിഫും ചക്ഷുരങ്കാരാഹ, കണ്ണുകൾ രണ്ടും അങ്കാരങ്ങളാണ്, തീക്കരണ്ട് പോലെയാണ്. ശ്രോത്രം വിസ്ഫുലിംഗാഹ, ശ്രോത്രം വിസ്ഫുലിംഗമാണ്, തീപ്പൊരികൾ പോലെയാണ്. പുരുഷോ വാവഗൗതമാഗ്നി തസ്യവാഗേവ ഫമിത്ത് പ്രാണോ ധൂമോ ജിഹ്വാർച്ചി ചക്ഷുരങ്കാരാഹ ശ്രോത്രം വിസ്ഫുലിംഗാഹ. പുരുഷോ വാവഗൗതമാഗ്നി തസ്യവാഗേവ ഫമിത്ത് പ്രാണോ ധൂമോ ജിഹ്വാർച്ചി ചക്ഷുരങ്കാരാഹ ശ്രോത്രം വിസ്ഫുലിംഗാഹ. തസ്മിന്നേതസ്മിന്നഗ്നൗ ദേവാ അന്നം ജുഹ്വതി തസ്യ ആഹുതേ രേതസ്സംഭവതി. തസ്മിന്നേതസ്മിന്നഗ്നൗ, ഈ അഗ്നിയിൽ, ഏത് അഗ്നി, ജീവാത്മാവായ ജീവഗതമായ മനുഷ്യതയുള്ള ഈ അഗ്നിയിലേക്ക്, ഈ ശരീരത്തിലേക്ക്, ദേഹത്തിലേക്ക്, ജീവനിലേക്ക് ദേവാഹ, ദേവന്മാർ അന്നം ജുഹ്വതി, അന്നത്തെ ഹോമിക്കുന്നു. അന്നം ജുഹ്വതി, അന്നത്തെ ഹോമിക്കുന്നു. അപ്പൊ ഈ ജീവാത്മാവായ ശരീരത്തിൽ നടക്കുന്ന ഒരു ഹവനമാണ്. എല്ലാ ദിവസവും ഈ ഹോമം നടക്കും. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുണ്ട്. എന്താണ് ഹോമം? അന്നം തന്നെ. ഭക്ഷണം എന്ത് ചെയ്യാണ്? ഹോമം പോലെയാണ്. അത് കഴിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നും ജ്വാലയുണ്ടാകുന്നു, പുകയുണ്ടാകുന്നു. എന്താണ്? ഈ ശരീരത്തിന്റെ സകല പ്രവർത്തനങ്ങളും അതുകൊണ്ട് സജീവമായി നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദേവന്മാരാണ് ഇതിലേക്ക് അന്നത്തെ ഹോമിക്കുന്നത്. ആരാണ് നമുക്ക് അന്നം ഉണ്ടാക്കി തരുന്നത്? അന്നത്തെ നമുക്ക് കഴിച്ചു പാകപ്പെടുത്തി ഓരോ ദിക്കിലേക്കും വിടാനുള്ള ശക്തി ആരുണ്ടാക്കുന്നു എന്നാണെങ്കിൽ അത് ദേവൻ തന്നെയാണ്. ഒരു ചൈതന്യമാണ്, ഒരു ശക്തിയാണ്. തസ്യ ആഹുതേഹി രേതസ്സംഭവതി. ആ അന്നം ആഹവനം ചെയ്യുന്നത് കൊണ്ട് അതിൽ നിന്ന് രേതസ് ഉണ്ടാകുന്നു, ബീജം ഉണ്ടാകുന്നു. ഈ പുരുഷന് ബീജം അതിൽ നിന്നുമാണ് ഉണ്ടായി വരുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരംശമാണ് എന്തായിട്ട് മാറുന്നത്? രേതസ്സായിട്ട് മാറുന്നത്. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഓരോ അംശങ്ങൾ ഓരോന്നായിട്ട് മാറും. മൂത്രമാകും, മലമാകും, രേതസ്സാകും, മനസ്സാകും, രക്തമാകും, പിന്നെന്താണ്, എല്ലാ ഇങ്ങനെ ഓരോരോ അംശങ്ങളായിട്ട് മാറുന്നത് ഈ കഴിക്കുന്ന അന്നത്തിന്റെ ഭാഗമാണ്. അതില് എന്താണ്, ഈ ബാക്കിയെല്ലാം മലമൂത്രങ്ങളൊക്കെ ജനിക്കുമ്പോൾ മുതലുള്ളതാണ്. പക്ഷേ രേതസ് എന്ന ബീജം പാകമാകുമ്പോഴേ ഉണ്ടാവുള്ളൂ, അതിനുമുമ്പ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത് ദേവൻ നൽകുന്ന സംഭാവനയാണെന്ന് പറഞ്ഞത്. ഈ അന്നാംശത്തിൽ നിന്നും ദേവൻ നൽകുന്ന സംഭാവനയാണ് രേതസ്. അതുകൊണ്ട് തസ്യ ആഹുതേഹി രേതസ്സംഭവതി, അതിൻ്റെ ആഹുതിയിൽ നിന്നും രേതസ് ഉണ്ടാകുന്നു. ഇത് സൃഷ്ടിയെക്കുറിച്ച് പറയാൻ പോവാണ്. ആദ്യം ഈ ശരീരം, ഈ ശരീരത്തിൽ അഗ്നിയുണ്ട്, വാക്കുണ്ട്,
പിന്നെ പ്രാണനുണ്ട്, എന്താണ്, ജിഹ്വയുണ്ട്, ചക്ഷുഷുണ്ട്, ശ്രോത്രമുണ്ട്. ഇതെല്ലാം യജ്ഞ അംഗങ്ങളാണ്. ശരീരം തന്നെ അഗ്നിയാണ്, വാക്കാണ് സമിത്ത്, അതിൽ നിന്നും വരുന്ന പ്രാണൻ ധൂമമാണ്, ജിഹ്വ അർച്ചിഫാണ്, ചക്ഷുഫ് അങ്കാരമാണ്, ശ്രോത്രം വിസ്ഫുലിംഗങ്ങളുമാണ്. എന്നിങ്ങനെ ഈ മനുഷ്യ ശരീരത്തിന്റെ യജ്ഞസ്വരൂപമായ ഭാവന പറഞ്ഞിട്ട് അതിലേക്ക് ദേവന്മാർ അന്നത്തെ ഹോമിക്കുന്നു. ആ അന്നത്തിൽ നിന്നും രേതസ് ഉണ്ടാകും. അതുകൊണ്ട് മനുഷ്യ സൃഷ്ടിയുടെ ഓരോ ഭാഗങ്ങളെയും അംശങ്ങളെയും വിസ്തരിച്ച് വർണ്ണിക്കുന്നതാണ്. തസ്മിന്നേതസ്മിന്നഗ്നൗ ദേവാ അന്നം ജുഹ്വതി തസ്യ ആഹുതേ രേതസം ഭവതി. തസ്മിന്നേതസ്മിന്നഗ്നൗ ദേവാഹ അന്നം ജുഹ്വതി തസ്യ ആഹുതേ രേതസം ഭവതി. യോഷാവാവ ഗൗതമാഗ്നി തസ്യ ഉപസ്ഥേവ സമിത്ത് യദുപമന്ത്രയതേ സധൂമോ യോനിരർച്ചിഹി യദന്തഃകരോതീതേ അങ്കാരാഃ അഭിനന്ദാ വിസ്ഫുലിംഗാഃ. തസ്മിന്നേതസ്മിന്നഗ്നൗ ദേവാഃ രേതോ ജുഹ്വതി തസ്യാഃ ആഹുതേഃ ഗർഭസംഭവതി. യോഷാവാവ, യോഷ സ്ത്രീകൾ, യോഷിത്ത് സ്ത്രീ, യോഷാഹ സ്ത്രീകൾ, വാവ തീർച്ചയായിട്ടും, ഗൗതമ ഹേ ഗൗതമ അഗ്നി. മുമ്പ് പുരുഷനിൽ നിന്നുണ്ടാകുന്ന ബീജത്തെക്കുറിച്ച് പറയാൻ പുറപ്പെട്ടതാണ്. ഇനിയും സ്ത്രീയും ശരീരവും അഗ്നി തന്നെയാണ്. യോഷ വാവ ഗൗതമ അഗ്നി. തസ്യാഹ അവളുടെ, മുമ്പ് പുല്ലിംഗമായിരുന്നു തസ്യ, ഇപ്പൊ സ്ത്രീലിംഗമാണ്. തസ്യാഹ അവളുടെ, ഉപസ്ഥേവ സമിത്ത് അവളുടെ ഉപസ്ഥം തന്നെയാണ് സമിത്ത്, അവളുടെ ഗുഹ്യഭാഗം തന്നെയാണ് സമിത്ത്. തസ്യാഹ ഉപസ്ഥേവ സമിത്ത് യത് ഉപമന്ത്രയതേ സധൂമ. യാതെന്നാണോ ഉപമന്ത്രണം ചെയ്യുന്നത്, യാതെന്നാണോ മന്ത്രിക്കുന്നത്, യാതെന്നാണോ ശബ്ദം ഉണ്ടാക്കുന്നത്, മന്ത്രണം ചെയ്യുന്നത്, അത് സധൂമ അതിൽ നിന്നും പുറത്തേക്ക് ബഹിർഗമിക്കുന്നത് ധൂമമാണ്. യോനിഹി അർച്ചിഹി, യോനി അർച്ചിഫാണ്, ജ്വാലയാണ്. അർച്ചിഹി യത് അന്തഃകരോതി അതിലേക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്, അന്തഃകരോതി തേ അങ്കാരാഹ അത് അങ്കാരമാണ്, കനൽക്കട്ടയാണ്. അഭിനന്ദാഹ വിസ്ഫുലിംഗാഹ അപ്പോൾ അനുഭവിക്കുന്ന ആനന്ദം വിസ്ഫുലിംഗങ്ങളാണ്, തീപ്പൊരികളാണ്. തേ അങ്കാരാഹ അഭിനന്ദാഹ വിസ്ഫുലിംഗാഹ. അപ്പൊ സ്ത്രീയുടെ ശരീരവും അഗ്നിയാണ്. അവളുടെ ഗുഹ്യഭാഗത്തിലേക്ക്, അവളുടെ യോനിയിലേക്ക് പുരുഷന്റെ ബീജത്തെ നിക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദാനുഭൂതിയാണ് അങ്കാരം അല്ലെങ്കിൽ വിസ്ഫുലിംഗം എന്ന പേരിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള ഉപകരണങ്ങളായിട്ടാണ് ഈ സ്ത്രീയുടെ ഈ അംഗവർണ്ണന ഇവിടെ നടത്തിയിരിക്കുന്നത്. കാരണം ഈശ്വരഗതമായ ദൈവഗതമായ രേതസ്സിൽ നിന്നും അന്നത്തിൽ നിന്നുണ്ടായ രേതസ്സിനെ നിക്ഷേപിക്കുവാനുള്ള ഒരു പാത്രമായി ഉള്ള ഒരു ഹബിഫായി ഈ സ്ത്രീ ശരീരത്തെ ഇവിടെ ഉപനിമന്ത്രണം ചെയ്തു. അതുകൊണ്ടാണ് ഉപമന്ത്രയതേ ഒക്കെ നിരൂപിച്ചത്. അത് ധൂമവുമാണ്. യോനിഹി അസ്തിഫാണ്, അന്തഃകരോതി അങ്കാരാഹ അന്തഃപ്രവേശിക്കുന്നത് അങ്കാരമാണ്. അഭിനന്ദാഹ വിസ്ഫുലിംഗാഹ അപ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തെ വിസ്ഫുലിംഗം എന്ന് പറയുന്നു. തസ്മിൻ ഏതസ്മിൻ അഗ്നൗ ഈ അഗ്നിയിലേക്ക്, ഈ സ്ത്രീ എന്ന അഗ്നിയിലേക്ക് ദേവന്മാർ തന്ന ദേവഗതമായ രേതോ ജുഹ്വതി രേതസ്സിനെ ഹോമിക്കുകയാണ്. നമുക്കിവിടെ എല്ലാം ഒരു യജ്ഞസങ്കല്പത്തിൽ കൂടി ഹവനമായിട്ടാണ് ഈ സ്ത്രീ സംയോഗത്തെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നത്. ദേവാഹ രേതോ ജുഹ്വതി, വിസർജിക്കലല്ല ഹോമിക്കുക എന്നാ പറഞ്ഞു. തസ്യാഹ ആഹുതേഹ ഗർഭസംഭവതി, ആ ഹോമത്തിന്റെ പരിണതഫലമാണ് ഗർഭം സംഭവതി ഉണ്ടാകുന്നത്. ഇങ്ങനെ ഗർഭമുണ്ടായ കഥ വരെ ഈ ഉപനിഷത്തിന്റെ പ്രധാനപ്പെട്ട നടുക്ക്
ഗൗതമന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് രാജാവ് ഉപദേശിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ രേതസ് ഉണ്ടാകുന്നത്, അത് സ്ത്രീ യോനിയിലേക്ക് പതിക്കുന്നത്, അവിടെ വെച്ച് ഗർഭം രൂപം കൊള്ളുന്നത് എങ്ങനെയാണ് എന്ന്. യോഷാവാവ ഗൗതമാഗ്നി തസ്യാ ഉപസ്ഥേവ സമിത്ത് യദുപമന്ത്രേതേ സധൂമോ യോനിരച്ചിര്യദന്തഃ കരോതി തേ അങ്കാരാഃ അഭിനന്ദാ വിസ്ഫുലിംഗാഃ തസ്മിന്നേതസ്മിന്നഗ്നൗ ദേവാ രേതോ ജുഹ്വതി തസ്യാ ആഹുതേർഗർഭസംഭവതി. യോഷാവാവ ഗൗതമാഗ്നി തസ്യാ ഉപസ്ഥേവ സമിത്ത് യദുപമന്ത്രേതേ സധൂമോ യോനിരർച്ചിഃ യദന്തഃ കരോതി തേ അങ്കാരാ അഭിനന്ദാ വിസ്ഫുലിംഗാഃ തസ്മിന്നേതസ്മിന്നഗ്നൗ ദേവാ രേതോ ജുഹ്വതി തസ്യാഹ ആഹുതേഃ ഗർഭസംഭവതി. ഇതി തു പഞ്ചമ്യാം ആഹുതാവാപഃ പുരുഷവചസോ ഭവന്തീതി ഫൗൽബാവൃതോ ഗർഭോ ദശവാ നവവാ മാസാ അനന്തഃ ശയിത്വാ യാവദ്വാധജായതേ. ഇതി തു ഇങ്ങനെയാണ് പഞ്ചമ്യാം ആഹുതൗ ആപഹ പുരുഷവചസ ഭവന്തി ഇതി. ഇതാണ് അഞ്ചാമത്തെ ചോദ്യം ചോദിച്ചത്. അഞ്ചാമത്തെ ആഹുതിയിൽ ഇതിതു പഞ്ചമ്യാം ആഹുതൗ, അഞ്ചാമത്തെ ആഹുതിയിൽ ആപഹ പുരുഷവചസ ഭവന്തി. അവിടെ അപ്പുകൾ പുരുഷവചസ്സുകൾ പുരുഷൻ എന്ന് പേരുള്ളതായി, പുരുഷവചസ്സുകൾ പുരുഷൻ എന്നുള്ളു. അപ്പൊ അഞ്ചാമത്തെ ആഹുതി പുരുഷനാണ്, ഈ പുരുഷനിലാണ്. ഈ പുരുഷൻ എന്നുള്ളതാണ് അഗ്നി. അതുകൊണ്ട് അഞ്ചാമത്തെ അഗ്നിയാണ്, അഞ്ചാമത്തെ ആഹുതിയാണ്. ഇപ്പൊ 4 പറഞ്ഞു കഴിഞ്ഞു, ഭൂമി വരെ. അഞ്ചാമത്തെ എന്തായി? ഇവിടെ പുരുഷനായി. ഇതായിരുന്നു ഈ ചോദ്യം. ഇത് ആർക്ക് മനസ്സിലാകും? എങ്ങനെ പിടി കിട്ടും? ഗൗതമൻ ഋഷിക്ക് പോലും പിടികിട്ടിയില്ല. രാജാവ് ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ, ഈ അഞ്ചാമത്തെ ആഹുതിയാണ് ആപഹ, ജലസ്വരൂപമായി. കാരണം എന്താണ്? രേതസും സകലതും ഈ ഗർഭാവസ്ഥയ്ക്ക് വേണ്ടതെല്ലാം ജലസ്വരൂപമാണ്. അപ്പോഴുള്ള ആ ഒരു പുരുഷൻ എന്ന് പേരുള്ള വാക്ക്, അതാണ് പുരുഷ ഇതി വചഃ, പുരുഷൻ എന്നുള്ള വാക്കിന് കാരണമായിട്ട് ഭവന്തി പഞ്ചമ്യാഹുതി, അഞ്ചാമത്തെ ആഹുതി. ഇപ്പൊ ചോദ്യങ്ങളുടെ മറുപടി എന്തായി? പൂർണ്ണമായി. ഫ ഉൽബാവൃതോ ഗർഭ, ആ ഗർഭം ഉൽബം കൊണ്ട് ആവൃതമാണ്. ഉൽബത്തിന് എന്താണ്? ഗർഭാവരണം എന്ന് പറയാം. മലയാള ഭാഷയിൽ അതിനെന്താണ്? മറുപിള്ള എന്നൊക്കെ പറയും. ഗർഭാവരണം, ഗർഭത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഉറ. അത് സ്വഗർഭ, ആ ഗർഭം ഉൽബാവൃതോ, ഉൽബം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിട്ട് ദശവാ നവവാ മാസാനന്ദ, 9 or 10 മാസത്തിന് ശേഷം, ദശവാ നവവാ മാസാൻ അന്തഃ, മാസങ്ങൾക്ക് ഉള്ളിൽ, അകത്ത്, മാസാൻ അന്തഃ മാസാനന്ദ, 9 or 10 മാസങ്ങൾക്കകത്തും ശയിത്വ, ഉള്ളിൽ കിടന്നിട്ട്, 9 or 10 മാസങ്ങൾ ഉള്ളിൽ കിടന്നിട്ട്, ദശവ നവവ മാസാൻ അന്തശയിത്വ യാവത് വ അഥ ജായതേ, അഥ അനന്തരം ജായതേ, ജനിക്കുന്നു. ഈ ഒന്നുകിൽ 9 അല്ലെങ്കിൽ 10, 9-ൽ സംഭവിക്കാം, അല്ലെങ്കിൽ 10-ലാവാം. ഈ 9 or 10 മാസം ഈ ഗർഭം ഉള്ളിൽ കിടന്നിട്ട്, ഉള്ളിൽ ശയിച്ചിട്ട് അത് പുറത്തേക്ക് ജായത്തെ, ജനിക്കുന്നു, ഉണ്ടാകും. ഇതിതു പഞ്ചമ്യാം ആഹുതാവാപ പുരുഷവചസോ ഭവന്തി ഫൗൽബാവൃതോ ഗർഭോ ദശവ നവവ മാസാൻ അന്തശയിത്വ യാവദ്വാധജായതേ. ഇതിതു പഞ്ചമ്യാം ആഹുതാവാപ പുരുഷവചസോ ഭവന്തി ഫൗൽബാവൃതോ ഗർഭോ ദശവ നവവ മാസാൻ അന്തശയിത്വ യാവദ്വാധജായതേ. ഇതിതു പഞ്ചമ്യാമാഹുതാവാപ പുരുഷോ വചസോ ഭവന്തി ഫൗൽബാവൃതോ ഗർഭോ ദശവ നവവ മാസാൻ അന്തശയിത്വ യാവദ്വാധജായതേ.
അങ്ങനെ ഗർഭസ്ഥ ശിശുവിൽ നിന്നും എന്താണ് ഒരു സന്താനം ജായത്തെ ജനിക്കുന്നു, ഉണ്ടാകും. സജാതോ യാവതായുഷം ജീവതി തം പ്രേതം ദിഷ്ടം ഇതോ അഗ്നയ ഏവ ഹരന്തി യതയേവ ഏതോ യതഃ സംഭൂതോ ഭവതി. സജാത, ഉണ്ടായിക്കഴിഞ്ഞുള്ള എല്ലാം വിട്ടു, ബാക്കിയല്ല. ഉണ്ടായിക്കഴിഞ്ഞ ഒത്തിരി അവസ്ഥാവിശേഷങ്ങൾ കഴിഞ്ഞു പോകും. സജാതോ യാവത് ആയുഷം ജീവതി, ആയുസ് വരെ ജീവിക്കുന്നു, അതാണ് അതേ പറയാൻ പറ്റും. യാവത് ആയുഷം ജീവതി, യാവത് യാതൊരു കാലം വരെയാണോ ആയുഷം ആയുസുള്ളത്, താവത് ജീവതി, അതുവരെ ജീവിക്കും. എത്രയാ കാലം അറിയില്ല, 8,000, 10,000, 60,000, 70,000, 90,000, 100,000, അത്രയും കാലം എന്ത് ചെയ്യും, ജീവിക്കും. തം പ്രേതം, അവൻ പ്രേതനായാൽ, എന്നാൽ മരിച്ചാൽ എന്നർത്ഥം അല്ലേ, പെട്ടെന്നാണ് ഇനി ബാക്കിയിലേക്ക് പോകുന്നത്. തം പ്രേതം, അവൻ പ്രേതനായാൽ, അവൻ മരിച്ചാൽ, എന്താ ദിഷ്ടം ഇതോ അഗ്നയേവ ഹരന്തി. അദിഷ്ടം ച പരലോകം എന്നാ, ദിഷ്ടം എന്നുവെച്ചാൽ പരലോകം, ഉദ്ദിഷ്ടമായ ലക്ഷ്യം എന്നുള്ള വാക്കിലാണ്. ഇതഹ, ഇവിടെ നിന്നും, ഇതഹ എന്താ ദിഷ്ടം, ഇവിടെ നിന്നും എന്താണ് പരലോകത്തെ ഉദ്ദേശിച്ചിട്ട്, അഗ്നയ ഏവ, അഗ്നിയിലേക്ക് തന്നെ, അഗ്നയ ഏവ ഹരന്തി, ഹരന്തി ഹരിക്കുന്നു, കൊണ്ടുപോകുന്നു. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ, പ്രേതരായാൽ അഗ്നിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം ഈ ശരീരം തന്നെ അഗ്നിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് എന്ത് ചെയ്യണം, അനപായമായ ഉപായം അഗ്നിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അഗ്നിയിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു, അഗ്നി തന്നെ ഹരിക്കുന്നു. എന്തുദ്ദേശിച്ചിട്ടാണ്, ദിഷ്ടം ഇതഹ, ഇതഹ ദിഷ്ടം, ഇവിടെ നിന്നും പരലോകത്തേക്ക് പോകുന്നതിന് വേണ്ടി എവിടേക്ക് പോകണം, അഗ്നിയിലേക്ക് പോകണം. അഗ്നിയിലേക്ക് പോകുന്നത് അവിടെ കിടക്കാനല്ല, അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, പരലോകത്തേക്ക് പിന്നെ പോകാനാണ്. അഗ്നേ ഏവ ഹരന്തി യതഃ ഏവ ഇതോ യതഃ സംഭൂതോ ഭവതി. ഇവിടെ നിന്നും എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ, സംഭൂത എന്നുവെച്ചാൽ സംഭവിച്ചുകൊണ്ടായി, എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ടാ പോവുക. മരിച്ചു പോയി എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോയി, എവിടെ നിന്ന് വന്നോ അങ്ങോട്ട്, എവിടെ നിന്നാണോ വന്നത് ആ ദിക്കിലേക്കാണ് പോവുക. അഗ്നയേവ ഹരന്തി യതയേവ ഇതോ യതേവേതോ യതഃ, യാതൊന്നിൽ നിന്നും, സംഭൂതോ ഭവതി, സംഭവിച്ചോ, ഇതഃ ഇവിടെ നിന്നും, യത ഏവ അവിടേക്ക് തന്നെ, അഗ്നിയിലേക്ക് ഹരിക്കും. അഗ്നി അവിടെ നിന്നും എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ കൊണ്ടുപോകും. ഒരു മനുഷ്യന്റെ ഉൽപ്പത്തി, സൃഷ്ടിച്ചു കഴിഞ്ഞുള്ള ജീവൻ പൂർണ്ണമായാൽ അഗ്നിയിലേക്ക് പോകും. അഗ്നിയിൽ നിന്നും ഈ പ്രേതമായി എവിടെ നിന്നാണോ വന്നത് അവിടേക്ക്, ഏത് ദിക്കിലേക്കാണ് വന്നത് അവിടേക്ക് യാതി പോകുന്നു. അങ്ങനെ ഈ ജീവന്റെ ഗതി എവിടേക്കെന്നാണ് പിന്നൊരു ചോദ്യം ചോദിച്ചത്. ആ ചോദ്യത്തിന് മറുപടി പറയാൻ പോവാണ്. സ ജാതോ യാവത് ആയുഷം ജീവതി തം പ്രേതം ദിഷ്ടമിതോ അഗ്നയേവ ഹരന്തി യതേവേതോ യതഃ സംഭൂതോ ഭവതി. സജാതോ യാവത് ആയുഷം ജീവതി തം പ്രേതം ദിഷ്ടമിതോ അഗ്നയേവ ഹരന്തി യതേവേതോ യതഃ സംഭൂതോ ഭവതി. സജാതോ യാവതായുഷം ജീവതി തം പ്രേതം ദിഷ്ടം ഇതോ അഗ്നയ ഏവ ഹരന്തി യതേവേതോ യതഃ സംഭൂതോ ഭവതി. അർത്ഥഖണ്ഡത്തില് തദ് യഹ് ഇദ്ധം വിദുഹു ഏ ചേമേ അരണ്യേ ശ്രദ്ധാ തപ ഇത്യുപാസതേ തേ അർച്ചിഷം അഭിസംഭവന്ത്യർച്ചിഷോ അഹരന്യേ ആപൂര്യമാണപക്ഷാദ്യാൻ ഷഡുദങ്ങേതി മാസാംസ്താൻ. മാസേഭ്യഃ സംവത്സരം, സംവത്സരാദാദിത്യം, ആദിത്യചന്ദ്രമസം, ചന്ദ്രമസോ വിദ്യുതം, തത്പുരുഷോ
മാനവ ഫ ഏനാൻ ബ്രഹ്മഗമയത്യേഷത അവയാന പന്ഥായിരി. പിന്നത്തെ ചോദ്യം, ദേവയാനവും പിതൃയാനവും രണ്ട് യാനമുണ്ട്, ഇത് എവിടെ വെച്ച് വേർപിരിയുന്നു എന്നാണ് പിന്നെ ചോദ്യം ചോദിച്ചാൽ വരാൻ പോവാണ്. മരിച്ചു കഴിഞ്ഞ് എങ്ങോട്ട് പോകുന്നു? വന്നിടത്തേക്ക് പോകുന്നു. ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു. യുക്തിസഹമായിട്ടാണ് രാജാവ് മറുപടി പറയുന്നത്. മരിച്ചു കഴിഞ്ഞ് എങ്ങോട്ടാ പോകുന്നത്? എവിടുന്നാണോ വന്നത് അങ്ങോട്ട്, അത് നിശ്ചയമില്ലല്ലോ, അതുകൊണ്ടല്ലേ പറയാൻ പോന്നേ. എവിടുന്നാണോ വന്നത് അവിടേക്കാണ് പോകാൻ പോകുന്നത്. എവിടുന്നാണ് വന്നത് എന്നുള്ളത് പറയാൻ പോവാണ്. അതിന് പോകുന്ന രണ്ട് വഴിക്കുള്ളാണ് പോകുന്നതെന്ന് പറയാൻ പോവാണ്. ഈ രണ്ട് വഴി തമ്മിൽ വേർപിരിയുന്ന ഒരു ദിക്കുണ്ട്, അതെവിടെയാണെന്ന് ഇപ്പൊ പറയാൻ പോവാ. അതായിരുന്നു എന്താണ് അടുത്ത ചോദ്യം രാജാവ് ചോദിച്ചു. ഗൗതമന് പറയാൻ പറ്റാതെ ഇതായിരുന്നു. അതിന്റെ മറുപടിയാണ് പറയാൻ പോകുന്നത്. തത് എന്നുവെച്ചാൽ അവരിൽ, യഹ ഇത്തം വിദുഹു, ആരാണോ ഇപ്രകാരം അറിയുന്നത്, തത് യഹ ഇത്തം വിദുഹു ഏ ച ഇമേ അരണ്യേ, ഏ ചേമേ അരണ്യേ, യാച ഇമേ ഇവരിൽ ചിലർ, ഏച ഇമേ ഇവരിൽ ചിലർ, അരണ്യേ അരണ്യത്തിൽ, ശ്രദ്ധ തപഃ ഇത്യുപാസതേ ശ്രദ്ധാപൂർവമായി തപസ്സിനെ ഉപാസിക്കുന്നത്. അപ്പൊ ഇവിടേക്ക് ജനിച്ച ഈ ജീവന്മാരിൽ ആരാണോ ശ്രദ്ധയോടെ വനവാസം അനുഷ്ഠിച്ച് താപസചര്യ അനുഷ്ഠിച്ച് ശ്രദ്ധാപൂർവം തപസ്സനുഷ്ഠിച്ച് ഉപാസിക്കുന്നത് ആരാണോ, ഏ ചേമേ അരണ്യേ ശ്രദ്ധ തപ ഇത്യുപാസത, ഇവരിൽ ആരാണോ, ഇവരെന്ന് വെച്ചാൽ ഈ മനുഷ്യരിൽ, ഈ ജീവാത്മാക്കളിൽ ഏത് ജീവാത്മാവാണോ, ഏത് ജീവനാണോ, അരണ്യേ എന്നുവെച്ചാൽ വനത്തിൽ, ശ്രദ്ധ തപഃ ഇതി ഉപാസത, ശ്രദ്ധ തപസ് എന്നിങ്ങനെ ഉപാസിക്കാം. ശ്രദ്ധ വിശ്വാസമാണ്. വിശ്വാസപൂർവം ജീവിതത്തിന്റെ ലക്ഷ്യം അറിഞ്ഞ് ആരാണോ ഉപാസിക്കുന്നത്, എല്ലാവരും അങ്ങനെ പോകണമെന്നില്ല, അപൂർവം ചിലരാണ് ഇങ്ങനെയുള്ള ഉപാസനാ മാർഗത്തോട് സഞ്ചരിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ആരാണോ ഇത് അറിഞ്ഞ് ഉപാസിക്കുന്നത്, എന്താണ് ശ്രദ്ധ തപഃ ഇതി, ശ്രദ്ധയെന്നും തപസ്സെന്നും അറിഞ്ഞ് ആരാണോ ഉപാസിക്കുന്നത്, തേ അവർ അർച്ചിഷം അഭിസംഭവന്തി, അവര് അർച്ചിഫിലേക്ക് സംഭവിക്കുന്നു, ഉണ്ടാകുന്നു, ആയിത്തീരുന്നു. അർച്ചിഫ് എന്ന് വെച്ചാൽ പ്രകാശം എന്നർത്ഥം. പ്രകാശം എന്ന് വെച്ചാൽ പ്രകാശത്തിന്റെ ദേവതയിലേക്ക്, പ്രകാശത്തിന്റെ സ്വരൂപം എന്താണ്, ഒരു ദേവതയാണ്, ദീപിപ്പിക്കുന്നതാണ് ദേവത, അത് തന്നെയാണ് പ്രകാശം. ഉണ്ട് പ്രകാശം എന്ന ദേവത എന്ന് വേണേ പറയാം. തേ അർച്ചിഷം അഭിസംഭവന്തി, അവരെ ആ പ്രകാശം എന്ന ദേവതയിലേക്ക് സംഭവിക്കുന്നു, ഉണ്ടാകും. അപ്പൊ ഇവരിൽ ആരാണോ ആയുസ്സൊടുങ്ങുന്നതിന് മുമ്പ് ഇവിടെ തപസ് ശ്രദ്ധ ഇവകൾ വിധിപൂർവം അർച്ചിക്കുന്നത് ആരാണോ, അവര് അർച്ചിഷം അഭിസംഭവന്തി, അവര് പരലോകയാത്രയിൽ അർച്ചിഫിലേക്ക് സംഭവിക്കുന്നു, ഉണ്ടാകുന്നു. അവരെ ഒരു തേജോവലയത്തിലേക്ക് കയറിപ്പോകും, അകപ്പെട്ടു പോകും അതിൻ്റെ അകത്ത്. തേ അർച്ചിഷം അഭിസംഭവന്തി, അർച്ചിഷോ അഹ, അർച്ചിഫിൽ നിന്നും അഹഫിലേക്ക്, അഹഫ് എന്ന് വെച്ചാൽ സൂര്യപ്രകാശത്തിലേക്ക്, പകൽ എന്ന് പറയാം, പകലിന്റെ ദേവതയാണ് അഹഫ്. അവര് അർച്ചിഫിൽ നിന്നും അഹഫിലേക്ക് പ്രവേശിക്കും. ഈ ഒരു കണ്ട ഒരു പ്രകാശത്തിൽ നിന്നും അവർ സൂര്യന്റെ പ്രകാശം ജ്യോതിപ്പിക്കുന്ന പകല് എന്ന് പറയുന്ന ഭാവത്തിലേക്ക് അവർ, വാസ്തവത്തിൽ ഇവിടെ പകല് സൂര്യന്റെ ഒരു ദേവതയാണ്, ആ പകലെന്ന ദേവതയിലേക്ക് പ്രാപിക്കും. ഭവന്തി അർച്ചിഷു അഹ, അന്നി എന്ന് വെച്ചാൽ
അഹഫിൽ നിന്നും എന്നർത്ഥം. അന്നി അഹഫിൽ നിന്നും ആപൂര്യമാണ പക്ഷം, ആപൂര്യമാണ പക്ഷത്തിലേക്ക് പ്രവേശിച്ചു. ഈ വരികളൊക്കെ നേരത്തെ ചോദ്യം ചോദിച്ചപ്പോ വന്ന അതേ വരി തന്നെയാണ് വീണ്ടും ഇങ്ങോട്ട് ആവർത്തിച്ച. ആപൂര്യമാണ പക്ഷം, ആപൂര്യമാണ പക്ഷം പൂർത്തീകരിക്കുന്ന പക്ഷം, ചന്ദ്രന്റെ കലകൾ പൂർണ്ണമാകുന്ന പക്ഷം ശുക്ലപക്ഷം. അതുകൊണ്ട് ആപൂര്യമാണ പക്ഷം എന്നുള്ള വാക്കിനർത്ഥം ശുക്ലപക്ഷം എന്നാണ്. അപ്പം അഹഫിൽ നിന്നും ശുക്ലപക്ഷത്തിലേക്ക് പ്രവേശിച്ചു. അർച്ചിഫിലേക്ക് പോകും, അർച്ചിഫിൽ നിന്നും അഹഫിലേക്ക് പോകും, അഹഫിൽ നിന്നും എന്താണ് വെളുത്ത പക്ഷത്തിലേക്ക് ശുക്ലപക്ഷത്തിലേക്ക് അവർ പ്രവേശിക്കും. ആപൂര്യമാണ പക്ഷം, ആപൂര്യമാണ പക്ഷാത് എന്നുവെച്ചാൽ ശുക്ലപക്ഷത്തിൽ നിന്നും പഞ്ചമിയായി. ആപൂര്യമാണ പക്ഷാത് ശുക്ലപക്ഷത്തിൽ നിന്നും യാൻ ഷഡ് ഉദങ് ഏതി, യാതൊരു 6 മാസങ്ങൾ കൊണ്ട് ഉദങ്ങിലേക്ക് എത്തുന്നു. ഉദങ് എന്ന് വെച്ചാൽ ഉത്തരം എന്നർത്ഥം. വടക്കേ ദിക്കിന്റെ പേരാണ് ഉദങ്. അതിന് ഉത്തര ദിക്കെന്നാ പറയാം. ഉദങ് ഏതി എന്നുവെച്ചാൽ വടക്കേ ദിക്കിലേക്ക് പ്രാപിക്കുന്നു. മാസാംസ്ഥാൻ ആ മാസങ്ങളെയാണ് ഉത്തരായനം എന്ന് വിളിക്കുന്നത്. ഉത്തര ദിക്കിലേക്കുള്ള അയനമാണ് ഉത്തരായനം. അപ്പൊ ഇവര് വെളുത്ത പക്ഷത്തിൽ കൂടി എവിടെ എത്തും? ഉത്തരായനത്തിൽ. നാരായണത്തിൽ ഒരു ശ്ലോകത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. വളർച്ച വാസരപക്ഷ എന്ന് പറഞ്ഞ ശ്ലോകം ഉണ്ട്, അതിനകത്ത് വിസ്തരിച്ച് പറയുന്നു ഇതേപോലെ തന്നെ. സംഭവന്തി അർച്ചിഷു അഹഹ അന്നി ആപൂര്യമാണ പക്ഷം, ആപൂര്യമാണ പക്ഷാത് യാൻ ഷടങ് ഉദങ് ഏതി മാസാംസ്ഥാൻ ആ മാസങ്ങളെ ഉത്തരായനം എന്ന് വിളിക്കാം. 6 മാസത്തോളവും ഇവർ ഉത്തരായനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ശരീരത്തിൽ നിന്നും വേർപെടുന്ന ഈ ജീവൻ അഗ്നിയിൽ കൂടി പരിശുദ്ധീകരിച്ച് മുകളിലേക്ക് പോകുമ്പോൾ ഒരു അർച്ചിഫിലേക്ക് പ്രവേശിച്ചിട്ട് ആ അർച്ചിഫിൽ നിന്നും അഹഫിലേക്ക് പ്രവേശിച്ചിട്ട് അഹഫിൽ നിന്നും എന്താണ് പക്ഷത്തിൽ വെളുത്ത പക്ഷത്തിൽ പ്രവേശിച്ചിട്ട് വെളുത്ത പക്ഷത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് പ്രവേശിക്കും. വഴിയാണ്, വഴി കാണിച്ചു കൊടുക്കുന്ന പോലെ വഴി പറയാണ്. തേ എന്താണ് അർച്ചിഷം അഭിസംഭവന്തി അർച്ചിഷോ അഹ അഗ്നി അന്നി ആപൂര്യമാണ പക്ഷം, ആപൂര്യമാണ പക്ഷാത് യാൻ ഷടങ്ങുതങ്ങേതി മാസംസ്ഥാൻ അതിൽ നിന്നും 6 മാസങ്ങൾ ഉള്ള വടക്കേ ദിക്കിലേക്ക് ഉത്തരായനത്തിലേക്ക് യാതി പോകും. ഷഡ് ഉദങ് ഏതിന ഏതിച്ച പോകുന്ന അർത്ഥം. ഷഡുദങ്ങേതി 6 മാസം കൊണ്ട് പൂർത്തിയാകുന്ന ഒരു കാലം. അതിന്റെ പേരാണ് ഉത്തരായനം. അങ്ങനെ ഇവരെ ഉത്തരായന കാലത്തിൽ പ്രവേശിക്കും. ആരാണ്? ഏചേമേ അരണ്യേ ശ്രദ്ധാതപൈത്യുപാസതേ, ആരാണോ അരണ്യത്തിൽ ശ്രദ്ധാപൂർവം തപസ് ചെയ്ത് ഉപാസിക്കുന്നവർ, അവര് ഈ ശരീരം വിട്ടാൽ അഗ്നിയിൽ കൂടി ഒരു വലിയ പ്രകാശത്തിലെത്തി, അവിടെ നിന്നും അഹഫിലെത്തി, അഹഫിൽ നിന്നും വെളുത്ത പക്ഷത്തിലെത്തി, വെളുത്ത പക്ഷത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് അവരെത്തും. ജീവന്റെ ഗതിയെക്കുറിച്ചാണ് ചോദ്യം. എത്ര വിസ്തരിച്ച് സുന്ദരമായിട്ട് പറഞ്ഞു തന്നു. ഇതിനു മുമ്പ് പറഞ്ഞത് ശരിയാണെങ്കിൽ ഇതും ശരിയാവണമല്ലോ. എന്താ ഇതിനു മുമ്പ് പറഞ്ഞത്? രേതസ് സ്ത്രീ സംയോഗം കൊണ്ട് എത്ര മാസങ്ങൾ കൊണ്ട് ഗർഭമായി കലാശിച്ച് പുത്രനുണ്ടായി, അത് കാലം കൊണ്ട് മരിക്കുന്നു. ഇത്രയൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഋഷിമാർക്ക് ഇതൊക്കെ ശരിക്കും പഠിച്ചറിഞ്ഞവരാണ്. വേദാന്തം മാത്രമല്ല, ജീവിതചര്യകളെല്ലാം ശരിക്കറിഞ്ഞവരാണ് ഇവർ. അത്രയും പറഞ്ഞത് ശരിയാണെങ്കിൽ ബാക്കി പറയുന്നതും ശരിയാവണമല്ലോ. ഇനിയുള്ള ബാക്കിയുള്ളത് നമുക്ക് അജ്ഞാതമാണ്. നമുക്ക് നേരിട്ട് കണ്ടറിയാൻ വയ്യാത്ത നമ്മൾ വിശ്വസിക്കില്ല. ഇത് ശരിയല്ല, ഇനി ഒരു പോക്കില്ല, പോയാൽ എങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ, ഈ വഴികളൊക്കെ ഉള്ളതാണോ എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. ആദിത്യനുള്ളതാണ്, പ്രകാശമുള്ളതാണ്,
ദിവസമുള്ളതാണ്, പക്ഷമുള്ളതാണ്, ഉത്തരായണമുള്ളതാണ്. ഇത്രയും സത്യമാണ്. അതിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. വിശ്വസിക്കുന്ന നമുക്ക് വിഷമത. ബാക്കിയൊക്കെ വിശ്വസിക്കാമെങ്കിൽ ഇതും എന്ത് ചെയ്യുക? വിശ്വസിക്കുക തന്നെ. തദ്യ ഇത്തം വിദുഃ യേ ചേമേ അരണ്യേ ശ്രദ്ധാ തപയിത്യുപാസതേ തേ അർച്ചിഷമഭിസംഭവന്തി അർച്ചിഷോ ഹര് അന്യേ ആപൂര്യമാണപക്ഷം ആപൂര്യമാണപക്ഷാത് യാൻ ഷഡ് ഉദങ്ങേതി മാസാംസ്താൻ. തദ്യ ഇത്തം വിദുഃ യേ ചേമേ അരണ്യേ ശ്രദ്ധാ തപയിത്യുപാസതേ തേ അർച്ചിഷമഭിസംഭവന്തി അർച്ചിഷോ അഹരെ അന്യ ആപൂര്യമാണപക്ഷം ആപൂര്യമാണപക്ഷാത് യാൻ ഷഡുദങ്ങേതി മാസാംസ്താൻ. തദ്യ ഇത്തം വിദുഃ യേ ചേമേ അരണ്യേ ശ്രദ്ധാ തപയിത്യുപാസതേ തേ അർച്ചിഷമഭിസംഭവന്തി അർച്ചിഷോ അഹര അന്യേ ആപൂര്യമാണപക്ഷം ആപൂര്യമാണപക്ഷാത് യാൻ ഷഡുദങ്ങേതി മാസാംസ്താൻ. മാസേഭ്യഃ സംവത്സരം സംവത്സരാത് ആദിത്യം ആദിത്യചന്ദ്രമസം ചന്ദ്രമസോ വിദ്യുതം തത്പുരുഷോ അമാനവ സ ഏനാൻ ബ്രഹ്മഗമയത്യേഷ ദേവയാന പന്ഥായിതി. മാസേഭ്യഃ മാസങ്ങളിൽ നിന്നും സംവത്സരം, മാസങ്ങളിൽ നിന്നും സംവത്സരത്തിലേക്ക് എത്തും. മാസങ്ങൾ 6 മാസം എന്ന് പറഞ്ഞേ, 6 മാസങ്ങളാണ് ഇവിടെ. ഉത്തരായണമെന്ന് 6 മാസം. ആ 6 മാസങ്ങൾ കൂടി 6 മാസം കഴിയുമ്പോൾ സംവത്സരത്തിലേക്ക് എത്തും, ഒരു വർഷത്തിലേക്ക് എത്തും. സംവത്സരാത് ആദിത്യം, സംവത്സരത്തിൽ നിന്നും ആദിത്യനിലേക്ക് എത്തും. സംവത്സരാത് ആദിത്യം ആദിത്യാത് ചന്ദ്രമസം, ആദിത്യനിൽ നിന്നും ചന്ദ്രനിലേക്ക് എത്തും. ആദിത്യാത് ചന്ദ്രമസം, ആദിത്യനിൽ നിന്നും ചന്ദ്രനിലേക്ക് എത്തും. ചന്ദ്രമസോ വിദ്യുത്, ചന്ദ്രനിൽ നിന്നും മിന്നലിലേക്ക് എത്തും. വിദ്യുതം, വിദ്യുത്തിലേക്ക് എത്തും. മാസേഭ്യ സംവത്സരം സംവത്സരാദാദിത്യം ആദിത്യ ചന്ദ്രമസം ചന്ദ്രമസോ വിദ്യുതം തത്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ തത് പുരുഷോ, ആ പുരുഷൻ. ഏതാണ് ഈ നമ്മുടെ ഖണ്ഡം ആരംഭിച്ചത്? ഈ പുരുഷനെ കുറിച്ചാണ്, ജീവാത്മഗതനായ പുരുഷനെ കുറിച്ചാണ്, ഇയാളുടെ ഊർധ്വഗതിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അയാള് തത്പുരുഷോ അമാനവ, അപ്പോഴാണ് ഈ പുരുഷൻ മാനവനല്ലാതാകുന്നത്. അതുവരെ മനുഷ്യതയുടെ ഭാവം ഉണ്ടാവും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വിദ്യുത്ത് എന്ന ഈ ലോകത്തെത്തിയാൽ പിന്നെ മനുഷ്യനല്ല, പിന്നെ ഈ ജീവനിൽ മനുഷ്യത്വം ഒട്ടുമില്ല, ദേവത്വം മാത്രം. എന്തുകൊണ്ടാണ് ദേവത്വം? അയാളെ ഈ ഭൂമിയിൽ ജീവിച്ചിടത്തോളവും കാലവും ശ്രദ്ധാപൂർവം ആസ്തിക്യ ബുദ്ധിയോടെ തപസ്സനുഷ്ഠിച്ചു. ഇതാണ് കാരണം. അതുകൊണ്ട് ഈ വഴിയിലൊക്കെ എത്തിയിട്ട് അമാനവനായി തന്നിട്ട് സഹ അവൻ ഏനാൻ ബ്രഹ്മഗമയതി, ഈ ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരും. ഏഷ ദേവയാന പന്ഥ, ഇതാണ് ദേവയാനം എന്ന വഴി. ദേവയാനം പിതൃയാനം എന്ന 2 യാനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതിലെ ദേവയാനത്തിന്റെ സുന്ദരമായൊരു വർണ്ണന. ഒരു പക്ഷെ നമുക്ക് ഇതൊക്കെ ഭാഗവതത്തിലും നാരായണത്തിലും ഒക്കെ വർണ്ണിക്കുന്നുണ്ട്. അതിനേക്കാൾ സുന്ദരമായി നമുക്ക് ഈ ഉപനിഷത്തിൽ കൂടി ഈ വർണ്ണന ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ധാരണ ഉപനിഷത്ത് ഗഹനമാണെന്ന് മനസ്സിലായില്ലെന്നൊക്കെയാണ്. പക്ഷേ ഒരുപക്ഷെ ഭാഗവതത്തെക്കാളും നാരായണീയത്തെക്കാളും ഈ വിഷയം ഈ ഉപനിഷത്ത് മനോഹരമായി ചർച്ച ചെയ്ത് ആ വഴി നമുക്ക് വ്യക്തമാക്കി കാണിച്ചു തരികയാണ്. മറ്റു നമുക്ക് പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവ്യക്തത ഉണ്ടാകും. പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല, ഇത് പൂർണ്ണമാണ്. മാസേഭ്യ സംവത്സരം സംവത്സരാദാദിത്യം ആദിത്യ ചന്ദ്രമസം ചന്ദ്രമസോ വിദ്യുതം തത്പുരുഷോ അമാനവ ഫയനാൻ ബ്രഹ്മഗമേതി ഏഷ ദേവയാന പന്ഥായിതി. ഇതിനാണ് ദേവയാനം എന്ന പന്ഥാവ് എന്ന് പറയുന്നത്. ഈ ദേവയാനത്തിലേക്ക് പോയാൽ മാത്രമേ ബ്രഹ്മത്തിലേക്ക് ലയിക്കാൻ പറ്റൂ. അങ്ങനെ ഇയാൾ എത്തിച്ചേരും എന്ന് ഒരു പുരുഷൻ ജനിക്കാൻ കാരണമായ രേതസ് ഉണ്ടാകുന്നത് മുതൽ വർണ്ണിച്ച് പുംസ്ത്രീ സംയോഗം കൊണ്ട്
ഉണ്ടായി ഗർഭം 9 or 10 മാസം അകത്ത് ഗർഭത്തിൽ കിടന്നിട്ട്, കിടക്കുക എന്ന് വെച്ചാൽ എന്തിനാണ്? ഈ ആവരണത്തിൽ കിടന്നിട്ട് അതിന് ജരായു എന്ന് സംസ്കൃതത്തിൽ പറയും, മറുപിള്ള എന്ന് മലയാളത്തിൽ പറയും. അതിൽ നിന്നും പുറത്തു വന്നാൽ ജീവനുള്ളിടത്തോളം, ആയുസ്സുള്ളിടത്തോളം ജീവിച്ചിട്ട് ആയുസ് തീരുമ്പോൾ അഗ്നിയിൽ കൂടി ഒരു പ്രകാശത്തിലെത്തി, അഹഫിലെത്തി, അഹഫിൽ നിന്നും എന്താണ് അവിടെ വെളുത്തപക്ഷത്തിലേക്ക് എത്തി, വെളുത്തപക്ഷത്തിൽ നിന്നും ഉത്തരായണത്തിലേക്ക് എത്തി, അവിടെ നിന്നും എന്താണ് സംവത്സരത്തിലേക്ക് എത്തി, അവിടെ നിന്നും ആദിത്യനിലേക്ക് എത്തി, ആദിത്യൻ നിന്നും ചന്ദ്രനിലേക്ക് എത്തി, ചന്ദ്രനിൽ നിന്നും വിദ്യുത്തിലേക്ക് എത്തി, വിദ്യുത്തിൽ എത്തിയ അമാനവനായ ഇയാൾ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്നു. ഈ വഴിക്കാണ് ദേവയാന പന്ഥായത്. ദേവയാനം എന്ന മാർഗം, വഴി എന്നാണ് ഇതിന് പറയുന്നത്. ഇതുവഴി പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും പറഞ്ഞു. എന്താണ്? ഏ ചേമേ അരണ്യേ ശ്രദ്ധാതപേറ്റുപാസലേ, അവർക്ക് മാത്രമേ പോകാൻ പറ്റൂ. അതുകൊണ്ടാണ് ദേവയാനത്തിൽ കൂടിയുള്ള വഴിയാണ് പോകേണ്ടത് എങ്കിൽ ഇപ്പോൾ ഈ ജീവനുള്ളിടത്തോളം കാലവും ശ്രദ്ധാപൂർവം തപസ് അനുഷ്ഠിക്കണം. തപസ് എന്ന് വെച്ചാൽ കാട്ടിൽ പോയിക്കോണമെന്നൊന്നുമില്ല. അരണ്യം എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വീടും അരണ്യം പോലെ ആക്കാം. വീട്ടിലിരുന്ന് തപസ് ചെയ്യാം. ശാരീരികമായ തപസ്സുണ്ട്, ആന്തരികമായ തപസ്സുണ്ട്, മാനസമായ തപസ്സുണ്ട്, ബൗദ്ധികമായ തപസ്സുണ്ട്. ഇങ്ങനെ തപസ് പലതരത്തിലുണ്ട്. ഈ തപസ് എന്നുവെച്ചാൽ തപസ്സിന്റെ അർത്ഥം ചിന്ത, വിചാരം എന്നാണ്. എല്ലായ്പ്പോഴും ഈ പരബ്രഹ്മ തത്വത്തെ കുറിച്ച് ചിന്തിക്കുകയും വിചാരിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിന്റെ അന്ത്യം വരെ കഴിച്ചു കൂട്ടിയാൽ ദേവയാനത്തിൽ കൊടുക്കാം. ഇതാണ് ഉത്കൃഷ്ടമായ വഴി, മാർഗം എന്ന് ഒരു മാർഗത്തെ പറഞ്ഞു തീർത്തു. അടുത്ത മാർഗം കൊണ്ട് പറയും. എന്നിട്ടാണ് ഇവർ എവിടെ വെച്ചാണ് പിരിയുന്നതെന്ന് പറയാൻ പോവാം. മാസേഭ്യ സംവത്സരം, സംവത്സരാദാദിത്യം, ആദിത്യ ചന്ദ്രമസം, ചന്ദ്രമസോ വിദ്യുതം, തത്പുരുഷോ അമാനവ, ഫയേനാൻ ബ്രഹ്മഗമയത്യേഷ ദേവയാന പന്ഥായിതി. മാസേഭ്യ സംവത്സരം, സംവത്സരാദാദിത്യം, ആദിത്യ ചന്ദ്രമസം, ചന്ദ്രമസോ വിദ്യുതം, തത്പുരുഷോ അമാനവ, ഫയേനാൻ ബ്രഹ്മഗമയത്യേഷ ദേവയാന പന്ഥായിതി. മാസേഭ്യ സംവത്സരം, സംവത്സരാദാദിത്യം, ആദിത്യ ചന്ദ്രമസം, ചന്ദ്രമസോ വിദ്യുതം, തത്പുരുഷോ അമാനവ, ഫയേനാൻ ബ്രഹ്മഗമയതി ഏഷ ദേവയാന പന്ഥായിതി. അഥ യൈമേ ഗ്രാമ ഇഷ്ടാപൂർത്തേ ദത്തമിത്യുപാസതേ തേ ധൂമം അഭിസംഭവന്തി. ധൂമാത് രാത്രിം, രാത്രേഃ അപരപക്ഷം, അപരപക്ഷാത് യാൻ ഷഡ് ദക്ഷിണൈതി മാസാംസ്താൻ നൈതേ സംവത്സരം അഭിപ്രാപ്നുവന്തി. അഥ അനന്തരം യഹ ആരാണോ, ഇമേ ഗ്രാമേ ഈ ഗ്രാമത്തിൽ, ഈ ജന്മത്തിൽ, ഈ ലഭിച്ച ജന്മത്തിൽ, ഈ ഗ്രാമത്തിൽ, മറ്റേ വനത്തിൽ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ ഗ്രാമത്തിൽ വെച്ച് ഇഷ്ടാപൂർത്തേ, ഇഷ്ടവും പൂർത്തവുമായ കർമ്മങ്ങൾ ചെയ്യുക. ഇഷ്ടവും പൂർത്തവുമായ കർമ്മങ്ങൾ, അതാണ് ഇഷ്ടാപൂർത്തങ്ങൾ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ഈ ലൗകികമായ എല്ലാവിധ പരിചരണങ്ങളുമാണ് ഇഷ്ടാപൂർത്തികൾ ഉദ്ദേശിക്കുന്നത്. കിണർ കുത്തുക, വഴിയിൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക, റോഡ് വെട്ടുക, കിണർ വെട്ടുക, പാലം ഉണ്ടാക്കുക, മരം വെച്ച് പിടിപ്പിക്കുക എന്നിങ്ങനെ എന്താണ് അനേകം മാർഗങ്ങളെയാണ് ഈ ഇഷ്ടവും പൂർത്തവുമായ. ദേവതാവിധാനമായ യാഗങ്ങളാണ് ഇഷ്ടാദികൾ. പൂർത്തങ്ങൾ ഞാൻ പറഞ്ഞ സേവനങ്ങളാണ്. അപ്പൊ യജ്ഞങ്ങളും ഇങ്ങനെയുള്ള സേവനങ്ങളും ഇഷ്ടാപൂർത്തം, ഇഷ്ടവും പൂർത്തവുമായി ആരാണോ ചെയ്യുന്നത്, ദത്തം ദാനം ചെയ്തു, ദത്തം ദാനം ചെയ്യാം. ഇഷ്ടാപൂർത്തേ ദത്തം, ഇഷ്ടവും പൂർത്തവും ദത്തവും, ഇത് മൂന്ന്. ഇഷ്ടാപൂർത്തേന്ന് രണ്ടെണ്ണം ദിവചനം പറഞ്ഞാണ്. ഇഷ്ടാപൂർത്തേ ദത്തം ഇത്യുപാസതേ, ഇങ്ങനെ ഉപാസിക്കുന്നവരാരാണോ ഭൗതിക ലോക ജീവിതത്തിൽ അനേക സേവന കർമ്മങ്ങളും അനേക ദാനങ്ങളും
അനേക യജ്ഞങ്ങളുമൊക്കെ ചെയ്ത് ആരാണ് ഈ ജീവൻ ഉപേക്ഷിക്കുന്നത്? തേ അവർ ധൂമം അഭിസംഭവം. അവർ അർച്ചിഫിലേക്കല്ല, ധൂമത്തിലേക്കാണ്. ജ്വാലയിലേക്കല്ല, പുകയിലേക്കാണ് അവരുടെ പോക്ക്. അഗ്നിയിലേക്കല്ല, അഗ്നിയിൽ നിന്ന് മുകളിലേക്ക് വരുന്ന പുകയിൽ കൂടിയാണ് അവർ പോകുന്നത്. മറ്റൊരഗ്നിയിലേക്കാണ്. അഗ്നിയിൽ നിന്നും പ്രകാശത്തിലേക്ക്, പ്രകാശത്തിന് പകല് എന്നിങ്ങനെ പറഞ്ഞു വരും. ഇപ്പൊ പറയാൻ പോകുന്നത് ധൂമത്തിലേക്കാണ് അവർ പോകുക. ധൂമം അഭിസംഭവന്തി, ധൂമാത് രാത്രി. ധൂമത്തിൽ നിന്നും രാത്രിയിലേക്കാണ്. മറ്റെന്താണ്? പകലാണ്. ധൂമാത് രാത്രി. ധൂമത്തിൽ നിന്നും രാത്രി എന്ന് വെച്ചാൽ രാത്രി അഭിമാനി ദേവതകൾ എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. രാത്രിയെ ഉണ്ടാക്കുന്ന, രാത്രി എന്ന് അഭിമാനിക്കുന്ന ഒരു ദേവതാസങ്കല്പത്തെ. എല്ലാം ദേവതയാണ് വൈദിക ഋഷിമാർക്ക്. രാത്രിയും ദേവതയാണ്, പകലും ദേവതയാണ്. അതുകൊണ്ട് രാത്രി എന്ന ദേവത, അർച്ചിഫും ദേവതയാണ്, എല്ലാം ദേവതകളാണ്. അങ്ങനെ രാത്രി ദേവതയെ പ്രാപിച്ചിട്ട് ധൂമാത് രാത്രിയും രാത്രേഹേ അപരപക്ഷം. രാത്രിയിൽ നിന്നും അപരപക്ഷത്തിലേക്ക്, പൂർവപക്ഷമല്ല അപരപക്ഷം വെച്ചാൽ എന്താണ്? ഈ കൃഷ്ണപക്ഷം അല്ലെങ്കിൽ കറുത്ത പക്ഷം. മുമ്പ് പറഞ്ഞത് ശുക്ലപക്ഷമാണ്, ഇപ്പൊ പറയുന്നത് കറുത്ത പക്ഷത്തിലേക്ക്. രാത്രേഹേ അപരപക്ഷം അപരപക്ഷാത് യാൻ ഷഡ് ദക്ഷിണേതി. അപരപക്ഷത്തിൽ നിന്നും യാതൊരു 6 മാസങ്ങൾ തെക്കേ ദിക്കിലേക്ക് പോകുന്നുവോ ദക്ഷിണായനം. ഷഡ് ദക്ഷിണേതി. മറ്റേർത്ത ഷഡ് ഉദങ്ങൈതി. ഉദങ്ങ് വടക്ക്, ദക്ഷിണം തെക്ക്. ഷഡ് ദക്ഷിണേതി മാസാംസ്ഥാൻ. ആ മാസങ്ങളെ ഇവർ പ്രാപിക്കുന്നു. ദക്ഷിണായനത്തെ പ്രാപിക്കുന്നു ഇങ്ങനെയുള്ളവർ. എങ്ങനെയുള്ളവരാണ്? ഗ്രാമങ്ങളിൽ ഇഷ്ടവും പൂർത്തവും ദത്തവുമായ കർമ്മങ്ങൾ ചെയ്ത് ഉപാസിക്കുന്നവർ. ധൂമത്തെ പ്രാപിച്ചിട്ട്, ധൂമത്തിൽ നിന്ന് രാത്രി പ്രാപിച്ചിട്ട്, രാത്രിയിൽ നിന്നും കൃഷ്ണപക്ഷത്തെ പ്രാപിച്ചിട്ട്, കൃഷ്ണപക്ഷത്തിൽ നിന്നും ദക്ഷിണായനത്തെ പ്രാപിച്ചിട്ട് നൈതേ സംവത്സരം അഭിപ്രാപ്തി. അവിടുന്ന് അവർക്ക് സംവത്സരത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഇവിടെ വെച്ച് തെറിയാനും തിരിയാണ്. ചോദ്യം ഇവിടെയാണ്, എവിടെ വെച്ചാണ് രണ്ടും തിരിയുന്നതെന്ന്. ഒരു ഗൗതമനോട് ഋഷിയോട് ചോദിച്ച രാജാവ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ വഴി തിരിയുന്ന വരെ വിസ്തരിച്ച് കാണിച്ചു കൊടുത്തില്ലേ? ഇതൊക്കെ സങ്കല്പമാണെന്ന് വേണം നമുക്ക് പറയാം, ഒന്നും ഇല്ലായിരിക്കാന്ന് പറയാം. പക്ഷെ ആ ഭാവനയിൽ, സങ്കല്പത്തിൽ ഇത്രയും കണ്ടുപിടിച്ച് ശാസ്ത്രീയമായ തെളിവുകളോടെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഭാരതത്തിന്റെ സംസ്കൃതി, അവിടെയാണ് ഉപനിഷത്തിനെ നമുക്ക് നമസ്കരിക്കാൻ തോന്നുക. ഇത്രയും ഒന്ന് കണ്ടുപിടിച്ച് പറയാൻ ആർക്ക് പറ്റും? നമ്മളെ വിചാരിച്ചിട്ട് പറ്റിയില്ലല്ലോ ഇത്ര കാലമായിട്ട്. എന്തിനെ ഇവര് കണ്ടുപിടിച്ച് നമുക്ക് ഒന്ന് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ. അവിടെയാണ് ഈ ഉപനിഷത്തിന്റെ പ്രസക്തി വരുന്നത്. അവിടെയാണ്. അപ്പൊ ഇവര് ദക്ഷിണ മാർഗത്തിൽ കൂടി പോയാൽ, ദക്ഷിണായനത്തിൽ കൂടി പോയാൽ ഏതേ സംവത്സരം അഭിപ്രാപ്നുവന്തി. അവർ സംവത്സരത്തേക്ക് പ്രാപിക്കില്ല. മറ്റവരാണെങ്കിൽ ശുക്ലപക്ഷത്തിൽ നിന്നും എന്ത് ചെയ്യും? ഉത്തരായനത്തിലേക്ക് പോയി ഉത്തരായനത്തിൽ നിന്നും സംവത്സരത്തിലേക്ക് പോകും. ഇവിടെ ദക്ഷിണായനത്തിലേക്കാണെങ്കിൽ സംവത്സരത്തിലേക്ക് പോകില്ല, വർഷത്തിലേക്ക് പോകില്ല. അഥ യൈമേ ഗ്രാമ ഇഷ്ടാവൂർത്തേ ദത്തമിത്യുപാസതേ തേ ധൂമഭിസംഭവന്തി ധൂമാദ്രാത്രിം രാത്രേഹി അപരപക്ഷം അപരപക്ഷാത് യാൻ ഷഡ് ദക്ഷിണൈതി മാസാംസ്ഥാൻ നൈതേ സംവത്സരം അഭിപ്രാപ്നുവന്തി. അഥ യ ഇമേ ഗ്രാമ ഇഷ്ടാവൂർത്തേ ദത്തമിത്യുപാസതേ തേ ധൂമഭിസംഭവന്തി ധൂമാദ്രാത്രിം രാത്രേഹി അപരപക്ഷം അപരപക്ഷാത് യാൻ ഷഡ് ദക്ഷിണൈതി മാസാംസ്ഥാൻ നൈതേ സംവത്സരമഭിപ്രാപ്നുവന്തി. അഥ യ ഇമേ ഗ്രാമ ഇഷ്ടാവൂർത്തേ ദത്തമിത്യുപാസതേ തേ ധൂമഭിസംഭവന്തി ധൂമാദ്രാത്രിം രാത്രേരപരപക്ഷം അപരപക്ഷാത് യാൻ ഷഡ് ദക്ഷിണൈതി മാസാംസ്ഥാൻ നൈതേ സംവത്സരം അഭിപ്രാപ്നുവന്തി. അവിടുന്ന് സംവത്സരത്തെ പ്രാപിക്കുന്നില്ല. മാസേഭ്യ പിതൃലോകം പിതൃലോകാദാകാശം ആകാശചന്ദ്രമസം ഏഷ സോമോ രാജ തദ്ദേവാനാം അന്നം തം ദേവ അഭക്ഷയന്തി.
മാസേഭ്യ 6 മാസം കൊണ്ട് പിതൃലോകം അവരെത്തുന്നത് ആദിത്യ ലോകത്തിലല്ല, പിതൃലോകത്തിലാണ്. മുമ്പ് പറഞ്ഞത് അവർ സംവത്സരത്തിൽ നിന്നും ആദിത്യനിലേക്ക് പോകുന്നതാണ്. സംവത്സരത്തിലേക്ക് പോവില്ല, പോവാതെ അവര് പിതൃലോകത്തിലേക്ക് പോകും. ആദിത്യ ലോകത്തിന് ഓപ്പോസിറ്റായി ഒരു പിതൃലോകം ഉണ്ട് എന്നാണ്. ആ പിതൃലോകത്തിലേക്ക് പോയിട്ട് മാസേഭ്യ പിതൃലോകം, പിതൃലോകാത് ആകാശം. പിതൃലോകത്തിൽ നിന്നും അവർ എവിടേക്കാണ് പോകുന്നത്? ആകാശത്തിലേക്ക്. ആകാശാത് ചന്ദ്രമസം, ആകാശത്തിൽ നിന്നും ചന്ദ്രനിലേക്ക്. ഏഷ സോമോ രാജ, അവരുടെ രാജാവ് സോമനാണ്. അവരെ ഭരിക്കുന്നത് പിന്നെ സോമനാണ്. മറ്റവരെ ചന്ദ്രനിലെത്തും, ചന്ദ്രനിൽ വിദ്യുത്തിലേക്ക് പോകും, മിന്നലിലേക്ക് പോകും. മിന്നലിലേക്ക് പോയാൽ പിന്നെ അവരെ കാണില്ല. മിന്നൽ കാണാൻ പോകുന്നത് പിന്നെ കാണാൻ ബ്രഹ്മത്തിലേക്ക് ലയിക്കും. ഇവരെ ചന്ദ്രനിൽ നിന്നിട്ട് തത് ദേവാനാം അന്നം, ആ ചന്ദ്രൻ ദേവന്മാരുടെ അന്നമായി തീരുന്നു. തം ദേവാ ഭക്ഷയന്തി, ആ അന്നത്തെയാണ് ദേവന്മാർ ഭക്ഷിക്കുന്നത്. ദേവന്മാരുടെ അന്നത്തെയാണ് ഈ രാജാവായ സോമനിലേക്കാണ് ഇവരെത്തുന്നത്. ആ സോമൻ എന്താണ്? ദേവന്മാരുടെ അന്നമായി തീരുന്നു. ചന്ദ്രമണ്ഡലത്തെത്തി അവിടെ ബാഹ്യശരീരത്തിന് ആരംഭകമായി തീരുന്നു അർത്ഥം. അന്നമായാൽ അന്നത്തിന് രേതസ്സുണ്ടാകും, രേതസ്സെന്ന് പുരുഷനുണ്ടാകും. അടുത്ത ഒരു ജന്മം ഇവര് ഈ രേതസ്സിൽ കൂടി ജനിക്കാൻ പോവാണ്. ചന്ദ്രനായാൽ അന്നമാകും, അന്നമായാൽ അന്നത്തിന് രേതസ്സുണ്ടാകും. ആ രേതസ് എന്നും എന്തുണ്ടാകും? സ്ത്രീയിലേക്ക് സംഗമിച്ച് ഗർഭമാകും, പിന്നെയും ജനിക്കും. അപ്പോൾ ഈ ദക്ഷിണായനത്തിൽ കൂടി പോകുന്നവരെ പിതൃലോകത്തിലെത്തി ചന്ദ്രലോകത്തിൽ കൂടി വീണ്ടും തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ. ഇവര് വേർപിരിയുന്ന സ്ഥലം എവിടെയാന്ന് ചോദിച്ചു. എത്ര വ്യക്തമായിട്ട് ഋഷി പറഞ്ഞു. ഉത്തരായനത്തിൽ കൂടി പോകുന്നവര് ഉത്തരായനം കഴിഞ്ഞാൽ സംവത്സരത്തിലേക്ക് പ്രവേശിക്കും. അവിടുന്ന് ആദിത്യൻ, അവിടുന്ന് ചന്ദ്രൻ, ചന്ദ്രനിൽ നിന്നും അവർ വിദ്യുത്ത്, വിദ്യുത്തിൽ നിന്നും ബ്രഹ്മ, തീർന്നു. ഇവിടെ അതല്ല, ദക്ഷിണായനം. അതിൽ നിന്നും ഇവര് ഇവര് എന്താണ്? സംവത്സര ദേവതയിലേക്ക് പോവില്ല. അവിടുന്ന് ഇവര് നേരിട്ട് ദക്ഷിണായനത്തിൽ നിന്നും ഇവര് പോകുന്നത് പിതൃലോകത്തിലേക്ക്. പിതൃലോകത്തു നിന്നും ചന്ദ്രനിലേക്ക്. ചന്ദ്രനിൽ ദേവന്മാരുടെ അന്നമായി പരിണമിക്കും ഇവർ. അന്നമായി പരിണമിച്ചാൽ വീണ്ടും എന്താകും? രേതസായി ഭൂമിയിൽ ജനിക്കും. അപ്പാണ് ദക്ഷിണായനത്തിൽ കൂടി പോകുന്നവർ വീണ്ടും തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഉത്തരായനത്തിൽ പോകുന്നവർ വരില്ല. പിതൃലോകത്തിലേക്ക് നിൽക്കുന്നവർ വീണ്ടും തിരിച്ചു വരും. പിതൃലോകത്തിൽ വെച്ച് തന്നെ മാനവത്വം നഷ്ടപ്പെടില്ല. മറ്റവര് അമാനവന്മാരാകും. ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഈ ആയുസ് ഒടുങ്ങുന്നതിനകം ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ആ മേളിലേക്കുള്ള 2 വഴി നിശ്ചയിക്കുന്നത്. അത് നമ്മളാ തിരഞ്ഞെടുക്കുന്നത്, ആരും തരികയല്ല. ദേവയാനം വേണോ, പിതൃയാനം വേണോ? ദേവയാനം വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും പിതൃയാനം വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ 2 വഴി കൂടി പോയി വീണ്ടും വീണ്ടും ജന്മജന്മാന്തരങ്ങൾ അനുഭവിക്കാൻ കാരണമായി തീരുന്നു. മാസേഭ്യ പിതൃലോകം, പിതൃലോകാദാകാശം, ആകാശാശ്ചന്ദ്രമസം, ഏഷ സോമോ രാജ, തത് ദേവാനാമന്നം തം ദേവാ ഭക്ഷയന്തി. മാസേഭ്യ പിതൃലോകം, പിതൃലോകാദാകാശം, ആകാശാശ്ചന്ദ്രമസം, ഏഷ സോമോ രാജ, തദ്ദേവാനാമന്നം തത് ദേവാ ഭക്ഷയന്തി. എന്നിങ്ങനെ 2 ഗതികളെക്കുറിച്ച്, മാർഗങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞ് ഉപന്യസിച്ച് വളരെ ചുരുക്കിയും മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ ഈ 2 ദേവയാനവും പിതൃയാനവും അവതരിപ്പിച്ചു. ഇവർ തമ്മിൽ പിരിയുന്ന സ്ഥലം എവിടെയെന്നായിരുന്നു 5ാമത്തെ ചോദ്യം. ആ ചോദ്യത്തിന് തരുവായി. ഇങ്ങനെ രാജാവിനോട് ചോദിച്ച രാജാവ് ഗൗതമപുത്രനോട് ചോദിച്ചത് ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ രാജാവ് അവിടെ ഇരുത്തി ഒരു ദിവസം കാത്തിരിക്കാൻ പറഞ്ഞിട്ട് വിശദമായി ക്ഷത്രിയന്മാർക്കേ ഉള്ളൂ ഇത്, ബ്രാഹ്മണർക്ക് ഉപദേശിക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിദ്യ ഉപദേശിച്ചു കൊടുക്കുകയാണ്.
5 ചോദ്യങ്ങൾക്കും സുന്ദരവും മനോഹരമായ മറുപടി. നമ്മൾക്ക് അറിയേണ്ടത്, അറിയാൻ കാത്തിരിക്കുന്നത്, അറിയാൻ ആഗ്രഹമുള്ളത്, അറിഞ്ഞാലും അങ്ങനെ ചെയ്യണമെന്നില്ല. പിന്നെ അറിയാം, ഇന്നൊരു ദിവസത്തേക്കെങ്കിലും ഇതുവരെ അറിവ് ഉള്ളിൽ നിൽക്കും, അത്രേ ഉള്ളൂ. നാളെ മുതൽ പിന്നെയും നമ്മൾ ബുധലോകത്തേക്കുള്ള വഴി തേടിക്കൊണ്ട് പോകുന്നവരാകും. അത് മാറാൻ വേണ്ടിയാണ് ഉപനിഷത്ത് പഠിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഈശ്വര വിചാരത്തോടെ കഴിയണം. വിചാരമാണ് കർമ്മം, അല്ല പ്രധാനം എന്ന് ഉപനിഷത്ത് പറഞ്ഞു. ഇഷ്ടാപൂർത്തിയും ഒക്കെ എന്താണ്? കർമ്മങ്ങളാണ്. ദാനവും കർമ്മമാണ്. മറ്റിടത്ത് അതല്ല പറഞ്ഞ് ശ്രദ്ധാപൂർവം തപസ്സാണ് പറഞ്ഞത്. തപസ് വിചാരമാണ്. മനസ്സുരുകി വീണ്ടും 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 ഈശ്വര ചിന്ത തന്നെ ധ്യാനമാർഗത്തിൽ കൂടി ഉറപ്പിച്ചു പോകുന്നവർക്കേ ഉത്തരായണത്തിൽ കൂടി മോക്ഷത്തിലേക്ക് എത്താൻ പറ്റും. അല്ലാത്തവർ ദക്ഷിണായനത്തിൽ കൂടി പോയി വീണ്ടും തിരിച്ച് ഭൂമിയിൽ ജനിക്കാൻ കാരണമായി തീരും എന്ന് ഉപദേശ രൂപേണ നമ്മൾക്കെല്ലാം വേണ്ടിയിട്ട് ഗൗതമനോട് രാജാവ് പറഞ്ഞ് ഉപസംഹരിക്കുകയാണ്. അവിടെ നിൽക്കട്ടെ, നമ്മുടെ സമയം ഏതാണ്ട് അതിക്രമിച്ചു. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ബാക്കിയും ഇതിന്റെ ഭാഗമായിട്ട് അല്പം കൂടെ സൂചിപ്പിച്ച ആ വിഷയം ഉപസംഹരിക്കും. പിന്നെ മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അപ്പൊ 5 ചോദ്യങ്ങളുടെ മറുപടി ഇപ്പൊ ഇവിടെ പൂർണ്ണമാകുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. ഛാന്ദോഗ്യത്തിലെ വാസ്തവത്തിലെ നമുക്കറിയേണ്ടതും പ്രധാനപ്പെട്ടതുമായ ഒരു ഭാഗം ഈ 5-ാം അധ്യായത്തിലെ ഈ ഖണ്ഡങ്ങളാണ്. ഇത് വീണ്ടും വീണ്ടും വായിച്ച് പഠിച്ച് ഉറപ്പിച്ച് പറ്റുമെങ്കിൽ നോട്ട് പോലെ 2 വഴി എഴുതിയിട്ടുള്ളൂ. ദേവയാനം എന്ന് പറഞ്ഞിട്ട് എവിടുന്നങ്ങോട്ട് വഴി കാണിച്ചു തരുന്നവരാണ്. എന്താണ്? നേരെ വടക്കോട്ട് പോയി ഇത്തിരി പടിഞ്ഞാട്ട് തിരിഞ്ഞ് ശഖരം കിഴക്കോട്ട് പോയി, വീണ്ടും കിഴക്കോട്ട് പോയി, വീണ്ടും പടിഞ്ഞാട്ട് പോയി, അവിടെ അങ്ങെത്താം. അല്ലാത്തവർക്ക് രണ്ടാമത്തെ തെക്കോട്ടുള്ള വഴിയെ തിരിഞ്ഞ് ആ വഴി തിരിഞ്ഞ് അങ്ങ് പോകാം. പോയാൽ പിന്നെയും തിരിച്ച് ഈ വഴിയിലേക്ക് തന്നെ വരും, പിന്നിഞ്ഞു പോകുന്നുള്ളൂ. എന്നിങ്ങനെ മനോഹരമായൊരു മാർഗനിർദ്ദേശത്തോടു കൂടിയാണ് ഈ ഭാഗം ഇവിടെ ഉപന്യസിക്കുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കേൾക്കാം. ഞാൻ എന്നും പറയുന്ന പോലെ വീണ്ടും വീണ്ടും കേൾക്കുക, ചിന്തിക്കുക, 2 വഴികളൊന്ന് കുറിച്ചു വെക്കുക. എപ്പോഴെങ്കിലും ആവശ്യമെന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കാം. ഈ പുസ്തകം മുഴുവൻ നോക്കണമെന്നില്ല, റെഫറൻസ് പോലെ കയ്യിൽ സൂക്ഷിക്കാൻ പറ്റട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഉപസംഹരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ആർക്കും സംശയം ഒന്നും ഇന്നുണ്ടാവാൻ വഴിയില്ല എന്ന് വിചാരിക്കാം.